നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം മോണിറ്റൈസ്ഡ് ആണെങ്കിൽ ഈ ഒരു ഡേറ്റ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ജനുവരി 31 2027 ഈ ഒരു ഡേറ്റിന് മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിലെല്ലാം ചെയ്യാനുണ്ട്. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഏണിങ്സിനെ എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം എന്നെല്ലാം നോക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയെല്ലാം ഈ ഒരു പുതിയ ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ടാകാം. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ഇപ്പോൾ യൂട്യൂബ് പ്രധാനമായും 3 ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. യൂട്യൂബ് ഇവിടെ പറയുന്നതനുസരിച്ച് YPP ആരംഭിച്ചതിന് ശേഷം ക്രിയേറ്റേഴ്സ്, ആർട്ടിസ്റ്റ്, മീഡിയ കമ്പനീസ് എന്നിവർക്ക് $100 ബില്യൺ ഇപ്പോൾ പേ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ഈ 2026 കൂടുതലെല്ലാം പേയ്മെൻ്റ് എല്ലാം ഇതുപോലെ ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടി 2027 ഉപകരിക്കുമെന്നാണ് ഇവിടെ യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഇതിനായി നമുക്ക് ഈ ഒരു പേയ്മെൻ്റ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ ടേംസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം വരിക എന്ന് നോക്കാം. വരാത്തവർക്ക് അധികം താമസിയാതെ ഇത് വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന മെയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ യൂട്യൂബ് ആക്ഷൻ റിക്വയർഡ് ആക്സെപ്റ്റ് അപ്ഡേറ്റഡ് മോണിറ്റൈസേഷൻ ടേംസ് ബൈ ജാനുവരി 31 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെയിലാണ് നിങ്ങൾക്ക് വരിക. ഇപ്പോൾ എൻ്റെ ചാനൽ നെയിം എല്ലാം കൊടുത്തിട്ടുണ്ട്, ഹായ് KL50 ടെക്. അങ്ങനെ നമുക്ക് ഇവിടെ ഈ പുതിയ ടേംസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് ആക്സെപ്റ്റ് എന്ന് കൊടുക്കാം. എന്നാൽ നമ്മൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാനുവരി 31 2027 മുമ്പ് നമ്മൾ ഈ ഒരു ആക്ഷൻ എല്ലാം എടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു ഡേറ്റിന് മുന്നേയായി നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. എന്നാലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ എല്ലാം തന്നെ കട്ടാകാതെ എല്ലാം കൊണ്ടുപോകാനെല്ലാം സാധിക്കുക. കാരണം ഈ ഒരു ടേംസ് എല്ലാം നമ്മൾ പുതുക്കിയ ടേംസ് എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് ന്യൂ ടേംസ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ ഇത് റണ്ണാകുന്നില്ല. അതിനാൽ തന്നെ നമുക്കിതൊന്ന് മൊബൈലിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ന്യൂ ടേംസ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാം തന്നെ എഫക്റ്റ് ആകുന്നത് 1 ഫെബ്രുവരി 2027 മുതലാണ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഐ ആക്സെപ്റ്റ് ദി വാച്ച് പേജ് ടേംസ് എന്ന് കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ നമുക്ക് ഷോർട്ട് സ്പീഡ് മോണിറ്റൈസേഷൻ മോഡ്യൂൾ എന്ന് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ആക്സെപ്റ്റ് ദി ഷോർട്ട് ഫീഡ് ടേംസ് എന്ന് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാം യു ഹാവ് സൈൻഡ് ഓൾ റിക്വയർഡ് ടേംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ജനുവരി 1 മുമ്പായി ഈ ഒരു കാര്യമെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള യൂട്യൂബ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിന് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക.